മുസ്ലിം ലീഗിന്റെ വയനാട് ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണം നിർത്തിവെക്കാൻ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം. പ്ലോട്ട് വിഭജനത്തിന് ചട്ടപ്രകാരം അനുമതി തേടാതെ വീടുകളുടെ നിർമ്മാണം തുടങ്ങിയെന്ന് കാണിച്ചാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ നടപടി. നിർമ്മാണം തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുകയും ചെയ്തു. തൃക്കൈപ്പറ്റ വെള്ളിത്തോടാണ് മുസ്ലിം ലീഗ് 2 സ്ഥലങ്ങളിലായി ടൗൺഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രദേശത്ത് 68 വീടുകളുടെ നിർമ്മാണത്തിന് ടൗൺ പ്ലാനറുടെ ലേഔട്ട് അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ പ്ലോട്ട് വിഭജനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാതെ നിർമ്മാണം തുടങ്ങിയത് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നോട്ടീസ് അയച്ചത്. ഇതിന് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല. ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് സ്ഥലം സന്ദർശിച്ചു. ഇതിനുശേഷമാണ് നിർമ്മാണം നിർത്തിവെക്കാൻ വാക്കാൽ നിർദ്ദേശം നൽകിയത്. കെട്ടിടം നിർമ്മിക്കാൻ പെർമിറ്റ് ലഭിച്ച ശേഷമേ ഇനി നിർമ്മാണം തുടങ്ങാൻ കഴിയൂ. എന്നാൽ നിർമ്മാണം തടസ്സപ്പെടില്ലെന്ന ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കുവെക്കുന്നത്. ആര് തടസ്സപ്പെടുത്തിയാലും അത് നിലനിൽക്കുകയില്ല. ഞങ്ങൾ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ വീട് എടുത്തു കൊടുക്കുന്നത്. 8,000-ലേറെ വീട് എടുത്തു കൊടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾക്കറിയാം. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, രേഖകളെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിലും അങ്ങനെ ആശങ്കകളൊന്നും വകയില്ല. അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതി ദൈവാനുഗ്രഹത്താൽ അത് പൂർത്തീകരിക്കാൻ തന്നെ ചെയ്യും. പദ്ധതി പ്രദേശത്തെ തോട്ടഭൂമി തരം മാറ്റിയെന്ന് ലാൻഡ് റവന്യൂ ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരുന്നതിനിടെയാണ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നിർദ്ദേശം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.